ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമുക്ക് പൊട്ടറ്റോയും ഒണിയനും എഗ്സും ഉപയോഗിച്ച് കുറച്ച് ലാറ്റ്കസ് ഉണ്ടാക്കിയാലോ? ഹീബ്രുവിൽ ഇതിന് ലെവിവ അല്ലെങ്കിൽ ലെവിവോത്ത് എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് പലതരത്തിലുണ്ടാക്കാറുണ്ട് കേട്ടോ. ക്യാരറ്റും ക്യാബേജും ഒക്കെ യൂസ് ചെയ്തും ഇതുണ്ടാക്കാമേ. പൊട്ടറ്റോ ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്ത് വൃത്തിയുള്ള തുണി ഉപയോഗിച്ചോ ഇതുപോലെ കൈ കൊണ്ടോ നന്നായി പിഴിഞ്ഞ് അതിലെ വാട്ടർ കണ്ടൻ്റ് എല്ലാം ഒന്ന് മാറ്റിയെടുക്കണേ. അതുപോലെ തന്നെ ഒണിയനും ചെറുതായി അരിഞ്ഞ് ഇതുപോലെയൊന്ന് പിഴിഞ്ഞെടുക്കണേ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 3 മുട്ട കൂടി പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടി പൗഡേർഡ് ഒണിയനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മഷ്ഡ് പൊട്ടറ്റോയും പൊടിയായി അരിഞ്ഞ ഒണിയനും ചേർത്ത് വളരെ എളുപ്പത്തിൽ ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് നന്നായി ചൂടാകുമ്പോൾ നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു മീഡിയം തിക്നെസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിൻ്റെ ഹീറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാൻ ശ്രദ്ധിക്കണേ. അതല്ലെങ്കിൽ അതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. ഇനിയൊരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് ഇതിൻ്റെ പുറം ഭാഗം നന്നായി ഒന്ന് മൊരിയിച്ചെടുത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ഇനി അത് ഇതുപോലെ ഓയിലെല്ലാം പോകാനായിട്ട് ഒരു കണ്ടെയ്നറിലേക്ക് എടുത്ത് വെക്കാം. ഇനി നമുക്കത് ഒരു പേപ്പർ നാപ്കിനിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പുറമേ ക്രിസ്പിയും അകത്ത് സോഫ്റ്റുമായ ലെവിവോത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ.